ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദീപക്കേട്ടൻ്റെ മരണത്തെക്കുറിച്ച്. ആ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റില്ല, ആ പിശാജ് ഒരു വീഡിയോ ഇട്ടതിനെക്കുറിച്ച് നമ്മളൊരു റിയാക്ഷനായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവള് ആ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. 9,000 നിന്ന് 10.35 ഫോളോവേഴ്സായി. ആരാണ് ഇവളെയൊക്കെ ഫോളോ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ട് പറയില്ല. നാണമില്ല, നട്ടലില്ലാത്തവരാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നൊരു നാണക്കേടാടാ, നാണക്കേട്. അതുപോലെ തന്നെ എനിക്ക് ഈ വീഡിയോയിൽ ഞാൻ ഇപ്പം പറയാനുള്ളത്, അതായത് ദീപക്കേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നവർ താഴെ കമൻ്റ് ഇടുക. അതായത് പുള്ളിക്ക് നീതി വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം, ഓക്കെ, പുള്ളിക്ക് നീതി വാങ്ങിക്കൊടുക്കണം. ഇതുപോലുള്ള അപരാധി പുന്നാര മക്കൾ ഇനി ഉണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ താഴെ കമൻ്റ് ഇടുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പുരുഷ കമ്മീഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതായത് പുരുഷ കമ്മീഷൻ, അതായത് ഇനി ഒരു പുരുഷന് ഇതുപോലെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആദ്യമായി പറയാണ്. സ്ത്രീകൾക്കായാലും ഇതുപോലെ സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഒരുപാട് ഞരമ്പന്മാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും വേറൊരാളുടെ ജീവൻ എടുക്കുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യരുത് എന്നാദ്യമേ പറയാണ്. നിങ്ങൾ വീഡിയോ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരാളുടെ ജീവൻ വെച്ചിട്ട് കളിക്കരുത്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ജീവൻ വെച്ച് കളിക്കരുത്. കാരണം അത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് അവൾ ഇല്ലാണ്ടാക്കി കളഞ്ഞത്. എന്നിട്ട് അവൾക്ക് സപ്പോർട്ട് പിടിച്ച് കുറേ പിശാചികൾ ഇറങ്ങിയിട്ടുണ്ട്, അത് വേറെ വഴി. എന്നിട്ട് അവൾക്ക് ഫാൻ പേജ്, അവൾക്ക് ഫോളോവേഴ്സ് കയറുന്നു, അവളുടെ 3-4 അക്കൗണ്ട് ഫോളോ ചെയ്യുന്നു. നിങ്ങൾക്കൊന്നും നട്ടലില്ലേ മക്കളെ? നട്ടലില്ലേ? ഇത്രയെങ്കിലും ഉളുപ്പുണ്ട്? ഉളുപ്പെന്ന് പറഞ്ഞ സാധനം. ഇതുപോലുള്ളവരെ ഇങ്ങനെ വീണ്ടും 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 പ്രോത്സാഹിപ്പിച്ച് വിടുന്നത് നിങ്ങളാണ്, നമ്മളാണ്. സോ ഇത്രേ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ താഴെ കമൻ്റ് ഇടുക. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എന്താ സ്ത്രീ പറഞ്ഞ പോലെ ഏതോ ഒരു പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചതിനെ തുടർന്നാണ് ഞാൻ വീഡിയോ എടുത്തതെന്ന്. ആ പെൺകുട്ടി ഈ വീഡിയോ കാണുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ഇടുക. സത്യാവസ്ഥ പുറത്ത് വരട്ടെ. അപ്പം ബൈ ഗൈസ്.